രാവണപ്രഭു എന്ന് പറയുന്ന പടം ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. അത് മോഡിഫിക്കേഷൻസോടുകൂടി അവർ കുറച്ച് ഡിലേഷൻസ് ഒക്കെ നടത്തിയിട്ട് വീണ്ടും മോഡിഫിക്കേഷൻസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ പടത്തിലും ജാനകി എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്. അപ്പോൾ ഓൾറെഡി സർട്ടിഫൈഡ് ആയിട്ടുള്ളതാണ്. അപ്പം അത് കണ്ടു. ആ മോഡിഫിക്കേഷൻസോടുകൂടി അഗെയിൻ വ്യൂവബിൾ ഫോർ പബ്ലിക് വ്യൂയിങ്, സൂട്ടബിൾ ഫോർ പബ്ലിക് വ്യൂയിങ് എന്നുള്ള ലെവലിൽ അവർ പെർമിഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലൊന്നും ഇല്ലാത്തൊരു കാര്യം ഇപ്പം അഗെയിൻ വീണ്ടും സെൻസറിങ് അല്ല, വീണ്ടും മോഡിഫിക്കേഷൻസോടുകൂടി വീണ്ടും കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അപ്പോഴും പ്രശ്നമില്ല. അല്ല, പ്രതിഷേധം എന്നുള്ളതിനേക്കാൾ ഉപരി ഇപ്പോൾ ഇത് നിരന്തരമായിട്ട് ഇതിങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഏത് ലെവലിൽ ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്നുള്ളതാണ് ആലോചിക്കേണ്ട കാര്യം. കാരണം വെച്ചാൽ ഈ JSK വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജാനകി എന്ന് പറയുന്ന പേര് പറഞ്ഞായിരുന്നു അന്ന്. ഇപ്പം മനസ്സിലാക്കുന്നത് നിരവധി ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ്, ചില ഹോളി ഏഞ്ചൽസ് എന്ന് പറയുന്ന ഒരു പേര് യൂസ് ചെയ്യുന്നതിനെതിരെയുള്ള സംഭവം, പിന്നെന്തോ ബിഷപ്പിൻ്റെ പരാമർശം ഉണ്ടെന്നോ, ഇതൊക്കെയാണ് മറ്റേ ആ ഇതിൽ കാണുന്നത്. അതുകൂടാതെ ഹൈന്ദവ പേരുകൾ ഉപയോഗിക്കുന്നോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് അവർ ഒബ്ജക്ഷൻസ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ബീഫ് ബിരിയാണി കഴിക്കുന്ന ഒഴിവാക്കണം, രാഖി കെട്ടിയിരിക്കുന്ന അത് ബ്ലർ ചെയ്യണം. ഇത് ഒരു സിനിമ എന്ന് പറയുന്നത് ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോഴത്തേനും ഒരു എൻ്റർടൈൻമെൻറ്റ് ഫീൽഡാണ്. അപ്പോൾ അത് ആ സ്പിരിറ്റിൽ കാണാതെ അനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കേഷൻ ബോർഡ് എന്ന് പേരിട്ടിട്ട് സെൻസർഷിപ്പിലേക്ക് പോകുന്ന ഒട്ടും ഒരു ഭൂഷണമായ കാര്യമല്ല. അത് വളരെ ഗുരുതരമായ ഇഷ്യൂസാണ്. ഇത് എന്താണെന്നുള്ളത് കാരണം ഈ സിനിമ ഇൻഡസ്ട്രി ഒന്നടങ്കം ഇപ്പം രാവണപ്രഭു എന്ന് പറയുന്ന പടം ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. അത് മോഡിഫിക്കേഷൻസോടുകൂടി അവർ കുറച്ച് ഡിലേഷൻസ് ഒക്കെ നടത്തിയിട്ട് വീണ്ടും മോഡിഫിക്കേഷൻസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ പടത്തിലും ജാനകി എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്. അപ്പോൾ ഓൾറെഡി സർട്ടിഫൈഡ് ആയിട്ടുള്ളതാണ്. അപ്പം അത് കണ്ടു. ആ മോഡിഫിക്കേഷൻസോടുകൂടി അഗെയിൻ വ്യൂവബിൾ ഫോർ പബ്ലിക് വ്യൂയിങ്, സൂട്ടബിൾ ഫോർ പബ്ലിക് വ്യൂയിങ് എന്നുള്ള ലെവലിൽ അവർ പെർമിഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലൊന്നും ഇല്ലാത്തൊരു കാര്യം ഇപ്പം അഗെയിൻ വീണ്ടും സെൻസറിങ് അല്ല, വീണ്ടും മോഡിഫിക്കേഷൻസോടുകൂടി വീണ്ടും കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അപ്പോഴും പ്രശ്നമില്ല. പുതിയതായിട്ട് വരുന്ന പടങ്ങളിൽ ഈ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് അത്തരത്തിൽ അതുപോലെ ഹേർട്ട് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ വേറെ വലിയ ഇന്ത്യയുടെ തന്നെ വേറെ വലിയ ഇഷ്യൂസോ വല്ലോ നിയമപരമായിട്ടുണ്ടാകുന്നതൊക്കെ ആണെങ്കിൽ ഓഫ് കോഴ്സ് അവരുടെ ഇൻ്റർവെൻഷൻ ആവശ്യമുള്ളതാണ്. അതർവൈസ് ഇത്തരത്തിലുള്ളൊരു കാര്യം വരുന്നത് ഒരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ അടുത്ത കാലത്തായിട്ട് ആദ്യ വെമ്പുരാൻ, പിന്നെ JSK, അങ്ങനെ നിരന്തരമായി ഇപ്പം ഹാലിൽ നിരന്തരമായി ഇങ്ങനെ കട്ടുകൾ വരികയാണ്. അപ്പോൾ ഒരു തരത്തിലും നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം അത് കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം തന്നെ അല്ലേ? അതിനിപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റാറില്ല? കഴിഞ്ഞ പ്രാവശ്യം JSKയുടെ സമയത്ത് പ്രതിഷേധവും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. അത്തരത്തിലുള്ള പ്രതിഷേധം ഹാലിൻ്റെ കേസിലും ഉണ്ടാവും. അല്ല, പ്രതിഷേധത്തിൻ്റെ കാര്യം ഓൾറെഡി ഒരു നല്ല രീതിയിലൊരു പ്രതിഷേധം നടത്തി. സർട്ടിഫിക്കേഷൻ ബോർഡിൻ്റെ ഫ്രണ്ടിൽ ഇൻഡസ്ട്രി മൊത്തം പോയി പ്രതിഷേധം ഉൾപ്പെടെ നടത്തി കഴിഞ്ഞു. പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കോടികൾ മുടക്കിയ നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരേതെങ്കിലും രീതിയിൽ ഇതിനോടെല്ലാം സക്കം ചെയ്യുന്ന ഒരു ലെവലിലേക്ക് വരേണ്ടി വരും. അങ്ങനത്തെ ഒരു പ്രഷറൈസിങ് ടാക്ടിക്സ് ആണ് ഇപ്പം നടന്നു വരുന്നത്. കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ടാണ് ഇത് തുടങ്ങിയത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇവിടെ വന്നിട്ടുള്ള സിനിമകൾ പരിശോധിച്ചാൽ, അതിൻ്റെ കണ്ടന്റുകൾ പരിശോധിച്ചാൽ, അല്ലെ അതിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ പരിശോധിച്ചാൽ ഒന്നുമില്ലാത്തത് 2024 തുടങ്ങി 2025 പകുതി ഒക്കെ ആകുമ്പോഴത്തേനും വേറെ ലെവലിലുള്ള നറേറ്റീവിലേക്ക് പോകുന്നതാണ് ഇവിടുത്തെ ഒരു വലിയൊരു ഇഷ്യൂ. അപ്പോൾ അതിനെ സംബന്ധിച്ച് എന്നേക്കുമായിട്ട് ഇപ്പം കോടതിയുടെ കാര്യം പറഞ്ഞാൽ കോടതിക്ക് ഇതിനകത്ത് പ്രോആക്റ്റീവായിട്ട് വളരെ വലിയൊരു റോള് ഇത് ചെയ്യണം. കാരണം അനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഇത് ചെയ്യുമ്പോഴത്തേനും വൺസ് ആൻഡ് ഫോർ ഓൾ കോടതി ഇത് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് ഫിലിം ചേംബറും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതായിരിക്കും. സിനിമ ആസ് എൻ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ഇത്തരത്തിലുള്ള അനാവശ്യ പ്രഷറൈസിങ്ങിലേക്ക് വന്ന് ഇടപെടൽ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കോടതി നല്ല എന്തെങ്കിലും ഒരു ഇൻ്റർവെൻഷൻ നടത്തുന്നത് തന്നെയാണ് പ്രതീക്ഷ.